Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ PYQ ഡിസ്കഷൻ 2026 ഫെബ്രുവരിയിലെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മറ്റൊരു 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 66th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് ഹിസ്റ്ററിയിൽ തന്നെ എത്രാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ ഇത്? ഓക്കെ, രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. അതിൽ ലിസ്റ്റ് ഫസ്റ്റില് കൊടുത്തിട്ടുള്ളത് വിപാസ്, പരുഷിനി, അസിക്കിനി, വിതസ്ത. ലിസ്റ്റ് സെക്കൻഡോ ജലം, ചെനാബ്, രവി, ബിയാസ്. അപ്പോ നദികളുടെ പേരാണ് അല്ലെ, ഋഗ്വേദ കാലഘട്ടത്തിലത്തെ നദികളുടെ പേരും അവയുടെ ഇന്നത്തെ പേരും അതാണ് ലിസ്റ്റ് സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിന്റെ അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് അതൊന്ന് കണ്ടാലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് കോഡുകളായിട്ട്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ലൈഡ് പോസ് ചെയ്ത് നോക്കി ആ ഒരു നിങ്ങളൊരു ആൻസർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവല്ലോ, അത് ഇതിലുണ്ടെങ്കിൽ അത് അങ്ങനെ ആൻസർ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, അതായത് A4, B3, C2, D1 അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതായത് വിപാസ് എന്ന് പറയുന്ന ഋഗ്വേദ കാലഘട്ടത്തിലെ നദിയുടെ ഇന്നത്തെ പേര് ബിയാസ് എന്നാണ്. ഓക്കെ, ഇനി പരുഷിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവി അല്ലെങ്കിൽ രവി നദീനെയാണ് പരുഷിനി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അസിക്നി എന്ന് പറയുന്നത് ചെനാബ് റിവറിനെയാണ്. വിതസ്ത എന്ന് പറയുന്നത് ജലം റിവറിനെയാണ് കേട്ടോ. ഈ നിങ്ങൾ സപ്തസിന്ധു എന്ന് കേട്ടിട്ടില്ലേ? ആ സപ്തസിന്ധു റീജിയണിലെ പ്രധാനപ്പെട്ട നദികൾ, സപ്തസിന്ധു എന്ന് പറയുമ്പോൾ 7 നദികളെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ പ്രധാനപ്പെട്ട നദികളാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരുകൾ. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ വിപാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പേരെന്താ? ബിയാസ് ആണ് അല്ലെ. അതായത് ഋഗ്വേദത്തിലെ വിഭാഷ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് എന്ത്? വിപാസ് എന്ന് പറയുന്നത്. അപ്പോ ഹിമാചൽ പ്രദേശ്, അതുപോലെ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ വിപാസ് അല്ലെങ്കിൽ ബിയാസ് നദി കടന്നു പോകുന്നത് ഇന്ന്. ഇനി പരുഷിനി എന്ന് പറയുന്നത് ഏതാണ്? രാവി നദിയാണ് അല്ലെങ്കിൽ രവി നദിയാണ്. അതായത് ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ബാറ്റിൽ ഓഫ് 10 കിങ്സ്. അത് നടന്നിട്ടുള്ളത് ഈ നദിയുടെ തീരത്താണ്, ഈ നദിക്കരയിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് 10 കിങ്സ് പരുഷിനി റിവറിന്റെ തീരത്തായിട്ടാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അസിക്കിനി എന്ന് പറയുന്നത് ചെനാബ് നദിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദികളിലെ ഒന്നാണ് ഏത്? ഈ ചെനാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഗ്രീക്കുകാര് മറ്റൊരു പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അക്കെസിനസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അക്കെസിനസ്, നമ്മൾ ഈ അക്കൊസെറ്റ എന്നൊക്കെ പറയണ പോലെ അല്ലെ. അക്കെസിനസ് എന്നാണ് ഗ്രീക്കുകാര് ഈ നദീനെ, അസിക്കിനി നദീനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നദിയുടെ പേരെന്താണ്? ചെനാബ്. സിന്ധു നദികളുടെ പോഷക നദികളിലെ ഏറ്റവും വലിയ ഒന്നാണ് എന്ത്? ഈ അസിക്കിനി എന്ന് പറയുന്നത്. ഇനി വിതസ്ത എന്ന് പറയുന്നത് ജലം റിവറാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് വിതസ്ത അല്ലെങ്കിൽ ജലം റിവർ. അപ്പോ ഈ ഗ്രീക്ക് ഹിസ്റ്ററിയില് ഹൈഡാസ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആ ഹൈഡാസ്പസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ വിതസ്തനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The archaeologist who discovered ഭീംബേട്ക കണ്ടെത്തിയിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് ആരാണെന്നാണ് ചോദ്യം. നമ്മൾ ഓരോ സൈറ്റുകൾ പഠിക്കുമ്പോഴും ആ സൈറ്റുകൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി, അയാളുടെ ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ആ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള വർഷം, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിഫാക്ട് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ് അല്ലെ. നമ്മൾ കൂടുതലും ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നാണ് സെറ്റ് ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ വരാറുള്ളത്. ഹാരപ്പൻ സൈറ്റുകളെ കുറിച്ച് ചോദിക്കാത്ത സെറ്റ് ഹിസ്റ്ററിയുടെ പേപ്പറുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സൈറ്റിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് സെറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ് ചെയ്യാൻ പറ്റാത്ത, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ആർക്കിയോളജിസ്റ്റ് ഹു ഡിസ്കവേർഡ് ഭീംബേട്ക കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആർക്കിയോളജിസ്റ്റ് ആരാണ്? കാർലെർ, VS വക്കാങ്കർ, കണ്ണിങ്ഹാം, JB റൈസിനി. ഇതിലാരാണ് ശരിയായിട്ടുള്ള ആൻസർ വരിക നോക്കാം. ഓപ്ഷൻ ബി, VS വക്കാങ്കർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ,
അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്തലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1957 പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന VS കാങ്കർ ആണ് ഈ ഒരു ഭീംബേഡ്ക സൈറ്റ് എക്സ്കവേറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭീംബേഡ്കയുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ് കേട്ടോ. മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ് ഭീംബേഡ്കയുടെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗുഹകളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ, റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ റോക്ക് കേവ് പെയിന്റിങ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ. ഏകദേശം 30,000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ടൈപ്പ് ഓഫ് ചിത്രങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റില് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഈ ഭീംബേഡ്ക എന്ന് പറയുന്നത്. 2003 ഭീംബേഡ്കയുടെ പേര് ഇതുപോലെ ഇത്തരത്തില് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മറ്റു ഓപ്ഷൻസിലെ വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിങ്ഹാം, അലക്സാണ്ടർ കണ്ണിങ്ഹാം അല്ലെ, ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നതാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇനി കാർലൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ACL കാർലൈൽ എന്നാണ് മുഴുവൻ പേര് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്ക് പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ് കാർലൈൽ. അപ്പോ അതെവിടെയാ? മിർസാപൂരിലായിരുന്നു കേട്ടോ. മിർസാപൂർ റീജിയനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേവ് പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതാരാണ്? അത് കാർലൈലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു കാശ്മീരി ട്രഡീഷൻ ദ സിറ്റി ഓഫ് ശ്രീനഗരി വാസ് ബിൽഡ് ബൈ ഡാഷ്. ആരാണ്? കാശ്മീരി ട്രഡീഷൻ പ്രകാരം ശ്രീനഗരി ബിൽഡ് ചെയ്തിട്ടുള്ളത് ആരാണ്? അലക്സാണ്ടർ, അശോക, കനിഷ്ക, ചന്ദ്രഗുപ്ത സെക്കൻഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആരാണ് ശ്രീനഗരി ബിൽഡ് ചെയ്തിട്ടുള്ളത് അക്കോർഡിംഗ് ടു കാശ്മീരി ട്രഡീഷൻ ട്ടോ? ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അശോകയാണ് കേട്ടോ. അശോകനാണ്, മൗര്യൻ കിങ് ആയിട്ടുണ്ടായിരുന്ന അശോകനാണ് ശ്രീനഗരി ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാശ്മീരി ട്രഡീഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും കൽഹണന്റെ കാശ്മീരി ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഏത് വർക്കാണ്? കൽഹണന്റെ രാജതരംഗിണിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ കൽഹണന്റെ രാജതരംഗിണി എന്ന ഒരു വർക്കിൽ പറയുന്നത് മൗര്യൻ കിങ് ആയിട്ടുള്ള അശോകനാണ് ഈ ശ്രീനഗരി അല്ലെങ്കിൽ ശ്രീനഗരം സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ശ്രീനഗറിന് സമീപത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പുരാണാധിഷ്ഠാന എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര് വരുന്നത്. അതായത് ഇന്നത്തെ പാണ്ഡേത്രൻ എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഈ പഴയ ശ്രീനഗരി സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അശോകൻ കാശ്മീരിൽ നിരവധി സ്തൂപാസ് അതുപോലെ വിഹാരാസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഈ ഒരു ട്രഡീഷനിൽ പറയുന്നുണ്ട്, കാശ്മീരി ട്രഡീഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി കനിഷ്കനെ കുറിച്ച് പറയാം. ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ കനിഷ്കൻ, കുഷാന കിങ് ആയിട്ടുണ്ടായിരുന്ന കനിഷ്കൻ കാശ്മീരിൽ കനിഷ്കപുരം എന്നുള്ള നഗരാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുണ്ടായിരുന്നത് കാശ്മീരിലെ കുണ്ടൽവന എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ പീരീഡില്. ഓക്കെ, ഇനി അലക്സാണ്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ ബാറ്റിൽ ഓഫ് ഹെഡാസ്പസ് ഉണ്ടല്ലോ അതിനുശേഷം ബുക്കഫാല, നിക്കായ എന്നീ നഗരങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ദ മീനിങ് ഓഫ് ദ വേർഡ് വേദ ഈസ് ഡാഷ്. വേദ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ത്? സിറ്റ്, ലേൺ, ലവ്, നോളജ്. ഇതിലേതാണ് വേദ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്? യെസ്, വേദ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് എന്താണ്? നോളജ് ആണ് അല്ലെ. ഓപ്ഷൻ ഡി നോളജ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. സാൻസ്ക്രിറ്റിലെ വിത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് വേദം അല്ലെങ്കിൽ വേദ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ടു നോ അല്ലെങ്കിൽ നോളജ്, അറിവ്, അതൊക്കെയാണ് വേദ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. അതിന്റെ ഒരു വിത്ത് എന്നുള്ളതിന്റെ അതായത് റൂട്ട് വേർഡ് ആണല്ലോ വിത്ത്, സാൻസ്ക്രിറ്റ് വേർഡ് ആണ്. അപ്പൊ ആ റൂട്ട് വേർഡിന്റെ മീനിങ് വരുന്നത് ടു നോ അല്ലെങ്കിൽ നോളജ്, അതൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വേദ എന്ന് പറയുമ്പോൾ അർത്ഥം വരിക നോളജ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 70th ക്വസ്റ്റ്യൻ. ദ കിങ് അസോസിയേറ്റഡ് വിത്ത് സെയിന്റ് തോമസ്, എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോ ജീസസ് ക്രൈസ്റ്റിന്റെ ഡിസൈപ്പിൾ ആയിട്ടുണ്ടായിരുന്ന സെയിന്റ് തോമസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കിങ് ആരാണ് എന്നാണ് ചോദ്യം. ഗോണ്ടോഫർണസ്, മെനൻഡർ, കനിഷ്ക, കട്ട്ഫൈസസ്. നോക്കാം. ഓപ്ഷൻ എ ഗോണ്ടോഫർണസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്.
ഇൻഡോ പാർത്തിയൻ കിങ്ഡത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു ആര്? ഗോണ്ടോഫെർണസ്. ഓക്കെ, അപ്പൊ ഈ ജീസസ് ക്രൈസ്റ്റിന്റെ ഡിസൈപ്പിൾ ആയിട്ടുണ്ടായിരുന്ന സെയിന്റ് തോമസ്, അതായത് സെയിന്റ് തോമസ് എന്ന് പറഞ്ഞാൽ ആരാണ്? തോമാസ് ലീഹ അല്ലെ, വിശുദ്ധ തോമാസ് ലീഹ. അപ്പൊ ഈ തോമാസ് ലീഹ ഇദ്ദേഹത്തിന്റെ, അതായത് ഗോണ്ടോഫെർണസിന്റെ കൊട്ടാരം സന്ദർശിച്ചതായിട്ടാണ് ഈ ക്രിസ്ത്യൻ ട്രഡീഷനും അതുപോലെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ സെയിന്റ് തോമസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. AD 52 ആയിട്ടാണ് ഇദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വടക്കേ ഇന്ത്യയില് ഗോണ്ടോഫെർണസിന്റെ കൊട്ടാരത്തിലും പിന്നീട് അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നിട്ട് കേരളത്തില് ഇപ്പൊ എന്റെ നാടായിട്ടുള്ള തൃശ്ശൂർ ജില്ലയില് ഒരു പള്ളിയൊക്കെ പണിയേൽപ്പിച്ചിട്ടുണ്ട്. പാലയൂര് പള്ളി കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ചാവക്കാടിനടുത്തുള്ളത്. ആ പാലയൂര് പള്ളിയൊക്കെ ഇദ്ദേഹം പണിയെടുപ്പിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, അവിടുത്തെ ഒരു ശിവ ക്ഷേത്രമായിരുന്നു ആ ഒരു ലൊക്കേഷനിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ പിന്നീട് അദ്ദേഹം പള്ളിയാക്കി കൺവേർട്ട് ചെയ്യാണ്. ഇപ്പൊ അത് വലിയ ആരാധനാലയമൊക്കെയാണ് അല്ലെ. കുറെ പേര് ഇങ്ങനെ തീർത്ഥയാത്രക്കൊക്കെ പോവാറുണ്ട്, പാലയൂർ മഹാതീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ മറ്റു ഓപ്ഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മെനൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പ്രശസ്തനായിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡോ ഗ്രീക്ക് റൂളർ ആയിരുന്നു മെനൻഡർ. മിലിന്ദ പാൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ക്വസ്റ്റ്യൻസ് ഓഫ് മിലിന്ദ, അതാണ് മിലിന്ദ പാൻഹയുടെ അതിന്റെ ഒരു കണ്ടന്റ് വരുന്നത്. ഇതൊരു ബുദ്ധിസ്റ്റ് വർക്കാണ്. അപ്പോ ഇദ്ദേഹവും അതുപോലെ, അതായത് മിലിന്ദൻ അല്ലെങ്കിൽ മെനൻഡറും നാഗസേനനും തമ്മിലുള്ള ഒരു ഡയലോഗാണ്, സംവാദമാണ് എന്ത്? മിലിന്ദ പാൻഹ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് വർക്ക്. ഓക്കെ, അപ്പൊ അതിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് മെനൻഡർ. അദ്ദേഹത്തിന്റെ മിലിന്ദ എന്നാണ് പേര്. ഇൻഡോ ഗ്രീക്ക് റൂളർ ആയിരുന്നു. ഓക്കെ, ഇനി കനിഷ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷാന കിങ്ഡത്തിലെ വളരെ പ്രബലനായിട്ടുള്ള രാജാവായിരുന്നു ആര്? കനിഷ്കൻ. ബുദ്ധമതത്തിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രൊട്ടക്ടർ അല്ലെങ്കിൽ പാട്രോൺ എന്നൊക്കെ നമുക്ക് പറയാം. ആര്? പാട്രോൺ ഗോഡ് എന്നൊക്കെ പറയാം നമുക്ക്. ഈ മീൻസ് പാട്രോൺ ഗോഡ് അല്ല, അതെ, ഒരു സംരക്ഷകൻ എന്ന് നമുക്ക് കനിഷ്കനെ പറയാം. ഓക്കെ, പിന്നെ അടുത്തത് കട്ട് ഫേസസ് ആരാണ്? കുഷാന കിങ്ഡത്തിന്റെ സ്ഥാപകരായിട്ടുണ്ടായിരുന്ന കജുല കട്ട് ഫേസസിന്റെ അല്ലെങ്കിൽ കജുല കട്ട് ഫേസസും ഉണ്ട്, അതുപോലെ തന്നെ വിമാ കട്ട് ഫേസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കട്ട് ഫേസസിനെയും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കജുല കട്ട് ഫേസസ്, വിമാ കട്ട് ഫേസസ്, രണ്ട് കട്ട് പീസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാരാണ്? കുഷാന കിങ്ഡത്തിന്റെ സ്ഥാപകനാണ് കജുല കട്ട് ഫേസസ്. അതല്ലെങ്കിൽ ചിലപ്പോൾ വിമാ കട്ട് ഫേസസിനെ കൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ടുപേരും കുഷാന കിങ്ഡമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് 5 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.